ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്യൂ ക്യാമി. അപ്പോൾ നമ്മൾ ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു മൈക്കിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഇതിൻ്റെ ഷോർട്സ് നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. ഈ DJI പുറത്തിറക്കിയിരുന്ന ഒരു മൈക്കാണ്. ഏകദേശം 32,000 രൂപയോളം വില വരുന്നൊരു മൈക്കാണ്. പക്ഷേ ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു മൈക്കാണ് ബാക്കിയുള്ള. ഇപ്പോൾ ഹോളിലാൻഡിൻ്റെ മൈക്ക് ഇതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഏകദേശം 12,000 രൂപയോളം വിലയുള്ളൂ. പക്ഷേ നല്ല മൈക്കാണ്. പക്ഷേ ഇത്രയും ഓപ്ഷൻസ് അതിനകത്തില്ല. ഗോഡോക്സിനും ഇതുപോലെ ഒരു 10,000 രൂപയ്ക്ക് താഴെ ഇതുപോലൊരു മൈക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഇത്രയും ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മൈക്ക് സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. അതാണ് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മൈക്ക് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. ഈ കാണുന്ന പോലെ ഈ ഒരു ബോക്സിനകത്താണ് 2 ട്രാൻസ്മിറ്ററും ഒരു റിസീവറും ഉൾപ്പെടെ ഈ മൈക്ക് വരുന്നത്. നേരത്തെ റോഡ് പോലുള്ള മൈക്കുകളിൽ നമ്മൾ സെറ്റിങ്സിന് വേണ്ടിയിട്ട് പലപ്പോഴും കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുകയും മാത്രമല്ല ചാർജ് ചെയ്യാനായിട്ട് ഓരോ ഡിവൈസും നമുക്ക് സെപ്പറേറ്റ് ചാർജ് ചെയ്യേണ്ട ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് നമ്മൾ ട്രാൻസ്മിറ്ററും റിസീവറും എല്ലാം ഈ ബോക്സിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് ചാർജ് ആവും. ഏകദേശം 15 മണിക്കൂർ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചാർജ് ഈ ഡിവൈസിനകത്തുണ്ട്. ഇതൊരു പവർ ബാങ്ക് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് ബാറ്ററിയുടെ അകത്ത് ചാർജ് ഉണ്ടാവും. നമ്മൾ ഈ ഡിവൈസ് അതിനകത്ത് വെക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് അത് ഫുൾ ചാർജായി നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിൽ ഉണ്ടാകും. അടുത്തായിട്ട് ഇതിൻ്റെ റേഞ്ചാണ്. 250 മീറ്റർ റേഞ്ച് വരെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ പ്രത്യേകിച്ച് ഔട്ട്ഡോറിൽ വലിയ ഓഡിറ്റോറിയങ്ങളിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഏത് ഭാഗത്ത് നിന്നാലും നമുക്ക് 2 പേർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ക്യാമറയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാനും പറ്റും. മാത്രമല്ല ക്യാമറയിൽ കണക്ട് ചെയ്യാനായിട്ട് നമുക്കൊരു കേബിൾ ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. അത് കൂടാണ്ട് ഇതിനകത്ത് 2 ടൈപ്പ് പിന്നുകൾ അവൈലബിൾ ആണ്. ഒന്ന് ഐഫോണിനുള്ളതും ഒന്ന് C ടൈപ്പ്. അപ്പോൾ നമുക്ക് ഏത് ഫോണിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ക്യാമറ ആണെങ്കിലും ഈ ഒരു ഒറ്റ ഡിവൈസ് കൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ പെയർ ചെയ്യാനായിട്ടും ഇതിന് പ്രത്യേകിച്ച് ഓപ്ഷനൊന്നും നമുക്കൊന്നും വേണ്ട. പ്രത്യേകിച്ച് ഇതിനകത്ത് ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ആളിന് പോലും ഇത് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാം. ഈ ബോക്സിനകത്ത് നമ്മൾ വെറുതെ ഇത് വെച്ചിട്ട് എടുക്കുമ്പോൾ തന്നെ ഇത് പെയർഡ് ആയിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ തന്നെയും ഇങ്ങനെ സൈഡിൽ ഈ കാണുന്ന പോലെ ഒരു ബട്ടൺ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. നല്ല ക്വാളിറ്റിയുള്ള 2 ഡെഡ് കാറ്റ്സ് ആണ് ഇതിൻ്റെ കൂടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് വിൻഡ് ഫിൽറ്റർ ചെയ്തിട്ട് വിൻഡിൻ്റെ നോയ്സ് അതിനകത്ത് വരാതെ ഔട്ട്ഡോർക്ക് ഉപയോഗിക്കാൻ നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. പിന്നെ ഇതിൻ്റെ സെറ്റിങ്സ് പറയുകയാണെങ്കിൽ ഒന്ന് ഇതിൻ്റെ OLED ഡിസ്പ്ലേ ആണ്. സെറ്റിങ്സ് ജസ്റ്റ് നമ്മളിങ്ങനെ OLED ഡിസ്പ്ലേയിൽ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാണിക്കുന്നുണ്ടാവും. സെറ്റിങ്സ് നമ്മൾ കാണിക്കുന്നുണ്ടാവും. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സെറ്റിങ്സും അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇതിനകത്ത് ഏറ്റവും എന്നെ ആകർഷിച്ച വേറൊരു കാര്യം വെച്ചാൽ ഇതിൻ്റെ ലോക്കട്ട് ഓപ്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള സെറ്റിങ്സിലോട്ട് നമ്മൾ കടക്കുവാണ്. ഇപ്പോൾ സെറ്റിങ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഓപ്ഷനാണ് ലോക്കട്ട്. ഇതിനെക്കുറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു. ലോക്കട്ട് നമ്മൾ ഓൺ ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്ത് ഓൺ ഓഫ് 2 ഓപ്ഷനുണ്ട്. നമ്മൾ ലോക്കട്ട് ഓൺ ചെയ്തിടുവാണെങ്കിൽ 150 ഹെർട്സ് വരെയുള്ള സൗണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്യില്ല. അപ്പോൾ അതായത് ചെറിയ നോയ്സസ് ഒക്കെ നമുക്ക് കട്ട് ചെയ്യാൻ ലോക്കറ്റിൽ കൂടെ നമുക്ക് പറ്റും. പക്ഷേ നിങ്ങൾക്ക് എല്ലാ നോയ്സും അല്ലെങ്കിൽ നേരെ ചെറിയ സൗണ്ടുകൾ വരെ നിങ്ങൾക്ക് വേണം എന്നാണെങ്കിൽ ഇതിനെ ഓഫ് ചെയ്തിടാനുള്ള ഓപ്ഷനും ഇതിനകത്ത് ഉണ്ട്. അടുത്തതായിട്ട് നമുക്ക് വരുന്നത് ഇതിൻ്റെ ഗെയിനാണ്, ട്രാൻസ്മിറ്ററിൻ്റെ ഗെയിനാണ്. അപ്പോൾ ഇവിടെ കാണുന്നുണ്ടാവും 1, 2 രണ്ട് ട്രാൻസ്മിറ്ററാണ് നമുക്കുള്ളത്. അപ്പോൾ ട്രാൻസ്മിറ്റർ 1ൻ്റെ ഗെയിൻ ഇപ്പോൾ 0-ലാണുള്ളത്. കോമൺലി നമ്മൾ 0-ലാണ് ഉപയോഗിക്കുന്നത്. ഇത് മൂവ് ചെയ്യുന്ന അനുസരിച്ച് നമുക്കിത് കാണാൻ പറ്റുന്നുണ്ടാവും. ഇത് മൂവ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഗെയിൻ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതുപോലെ ഇത് രണ്ടാമത്തത്. ഇപ്പോൾ ഒരെണ്ണം മാത്രം ഗെയിൻ കൂടുതലും ഒന്ന് കുറച്ച് അതായത് ഒരു ഇൻ്റർവ്യൂവിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോഴത്തേക്കും ഒരാൾ കുറച്ച് ഉച്ചത്തിൽ സംസാരിക്കുകയും ഒരാൾ കുറച്ച് സൗണ്ട് കുറച്ച് സംസാരിക്കുകയാണെങ്കിൽ സൗണ്ട് കുറച്ച് സംസാരിക്കുന്ന ആളുടെ ഗെയിൻ നമുക്ക് കൂട്ടിയിട്ട് 2 പേരുടെ വോയിസ് ഏകദേശം ഒരുപോലെ ചെയ്യാൻ പറ്റും. അടുത്ത റെക്കോർഡിങ്ങിൻ്റെ ഓപ്ഷനാണ്. ഇത് നമുക്ക് റെക്കോർഡിംഗ് ഇവിടെ ഇങ്ങനെ ഓൺ ചെയ്തിടുവാണെങ്കിൽ നമ്മൾ ഉടുപ്പിലൊക്കെ നമ്മൾ കുത്തിയിട്ട് പ്രത്യേകിച്ച് ഉടുപ്പിനകത്തൊക്കെ നമ്മൾ ഈ ട്രാൻസ്മിറ്റർ കുത്തിയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത് അറിയാണ്ട് തട്ടി ഓഫ് ആവുന്ന അപകടം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഓൺ ചെയ്തിടുവാണെങ്കിൽ ഇവിടെ തന്നെ റെക്കോർഡിംഗ് ഓഫ് ചെയ്താലേ റെക്കോർഡിംഗ് ഓഫ് ആവുകയുള്ളൂ. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഓട്ടോ റെക്കോർഡാണ്. ഓട്ടോ റെക്കോർഡിൽ നമ്മൾ ഓൺ ചെയ്തിടുവാണെങ്കിൽ നമ്മൾ ബോക്സിനകത്ത് നിന്ന് ഈ ഡിവൈസ് 2 ട്രാൻസ്മിറ്റർ റിസീവർ പുറത്തെടുക്കുമ്പോൾ തന്നെ റെക്കോർഡിംഗ് ഓട്ടോമാറ്റിക്കലായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ആ ഓപ്ഷൻ നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് വൈബ്രേഷനാണ്. നമുക്ക് റെക്കോർഡിംഗ് തുടങ്ങുന്ന സമയത്തും റെക്കോർഡിംഗ് അവസാനിക്കുന്ന സമയത്തും നമുക്കൊരു വൈബ്രേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ഓൺ ചെയ്തിടാം. അല്ല അത് ഓഫ് ചെയ്തിടുകയാണെങ്കിൽ ആ വൈബ്രേഷൻ നമുക്ക് ഉണ്ടാവത്തില്ല. അപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ റെക്കോർഡിംഗ് ഓണായി എന്നറിയാൻ ഒരു വൈബ്രേഷൻ നമുക്ക് കിട്ടുന്നത് നല്ലതായിരിക്കും. ആ സമയത്ത് നമുക്കത് ഓൺ ചെയ്തിടാം. അടുത്തത് LED ബ്രൈറ്റ്നസ് ആണ്. നമ്മൾ ഷർട്ടിലെ കുത്തുമ്പോൾ ഇതിപ്പോൾ ഞാൻ ബ്രൈറ്റ്നസ് കൂട്ടി ഹൈയിലാണ് വെച്ചേക്കുന്നത്. ഇത് ഞാൻ ഒന്ന് കാണിക്കാം. ഇത് നമ്മൾ ഓഫ് ചെയ്യുകയാണെങ്കിൽ ഈ LED ഇവിടെ ഡിസ്പ്ലേ ഉണ്ടാവില്ല. ലോയിൽ ഇടുവാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വളരെ ചെറിയ ഒരു വെട്ടമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ആവശ്യാനുസരണം നമ്മുടെ ഇഷ്ടാനുസരണം
നമുക്ക് സെറ്റ് ചെയ്തിടാം. ഞാനിത് ഹൈ ആണ് പ്രിഫർ ചെയ്യുന്നത്, കാരണം ഇത് ഓൺ ആണെന്ന് എനിക്ക് പെട്ടെന്ന് അറിയേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഹൈ ആണ് പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉള്ളൊരു മൈക്കാണ് DJI. ഒരു സംശയമില്ലാതെ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നൊരു മൈക്കാണ് DJI. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.